200 രൂപ മുതൽ ഇറ്റാലിയൻ മാർബിൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ നടക്കുമോ? നമ്മളെ ചേളാരിയിൽ വന്നു കഴിഞ്ഞാൽ സാറിന് തീർച്ചയായിട്ടും കിട്ടും. സ്റ്റോക്ക് ഉള്ളതാണ് ഞങ്ങൾ പറയുന്നത്. വലിയ വലിയ സൈറ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 20,000-30,000 സ്ക്വയർ ഫീറ്റ് ആവശ്യമുള്ള ക്ലയന്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഡി സാധനം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. നമുക്ക് നെറ്റ് 200 കൊടുക്കാം. 200 രൂപയ്ക്ക് കൊടുക്കാം. 1000 സ്ക്വയർ ഫീറ്റ് മേലെ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ ബേജിന്റെ ഒരു കടലാണെന്ന് പറയണ്ട അല്ലെ? എല്ലാ മോഡലും ബേജ് 220-നാണ് ഈ കാണുന്ന വെർഷൻ ബേജ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ബ്രഷ് നമുക്ക് ടോട്ടൽ ഒരു 20 ബ്ലോക്ക് നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. 80,000 സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന ഐസ്ക്രീം സ്റ്റോക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഒരു 220-നാണ് ഈ കാണുന്ന വലിയ സ്ലാബ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ബ്രഷ് പ്രീമിയം ലോട്ട് ആണെങ്കിൽ ഒരു 450 മുതൽ 575 വരെ ബ്ലൂ ബ്രഷ് വരുന്നു. 40,000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. വേറെ ഒരു ഷോറൂമിനും ഇപ്പൊ സലീംകക്ക് കേരളത്തിൽ അവൈലബിൾ. കേരളത്തിൽ കിട്ടൂല. ബ്ലോക്ക് കഴിഞ്ഞ അടുത്ത ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഒരിക്കലും സിമിലർ കിട്ടൂല. അതായത് ഒരു ക്ലയന്റ് എടുത്തത് വേറൊരു ക്ലയന്റ് കിട്ടൂല. സ്പെഷ്യൽ ആയിട്ട് റയർ ആയിട്ടിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ ഫ്ലോറിങ്ങിന് ടൈലുകൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ടൈലിന്റെ വില കൂടുകയാണ്, ടൈല് കിട്ടാനില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാർബിളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. എന്നാൽ സാധാരണ മാർബിളിന് പകരം ഇറ്റാലിയൻ മാർബിൾ ചെറിയ വിലക്ക് കിട്ടിയാലോ? 200 രൂപ മുതൽ അടിപൊളി ഇറ്റാലിയൻ മാർബിൾ ലഭിക്കുന്ന ഹോം സ്റ്റോൺ നമ്മുടെ ചേളാരിയാണ് വന്നിരിക്കുന്നത്. എന്താല്ലേ കളക്ഷൻ! ഇഷ്ടം പോലെ മോഡൽ. നിങ്ങളുടെ വീടിന്റെ ഫ്ലോറിംഗ് വേറെ ലെവലാക്കും. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ഇറ്റാലിയൻ മാർബിൾ വില കുറച്ച് ക്വാളിറ്റിയിൽ നല്ല മോഡൽ കിട്ടണമെങ്കിൽ ഹോം സ്റ്റോണിൽ വരണം. ശരി ഭായ്, നമസ്കാരം. നമസ്കാരം സലീം കാ. കണ്ടിട്ട് അതെ ഒരുപാട് വെറൈറ്റി മോഡലുകൾ ഇറ്റാലിയൻ മാർബിൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. 200 രൂപ മുതൽ ഇറ്റാലിയൻ മാർബിൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ നടക്കുമോ? നമ്മളെ ചേളാരിയിൽ വന്നു കഴിഞ്ഞാൽ സാറിന് തീർച്ചയായിട്ടും കിട്ടും. സ്റ്റോക്ക് ഉള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അതായത് നമുക്ക് 3-4 സ്ലാബ് ആയിരിക്കും ആ റേറ്റിൽ കിട്ടുക. നമ്മളെ ഹോം സ്റ്റോണിൽ വന്നാൽ 1000 സ്ക്വയർ ഫീറ്റ് മുതൽ 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ലോട്ട് ആ റേറ്റിൽ നിലവിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഹോം സ്റ്റോൺ ആണെന്ന് പറഞ്ഞാൽ ചേളാരി സെന്ററിലെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ്? ചേളാരി, താഴെ ചേളാരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. താഴെച്ചേളാരി അണ്ടർപാസ് നേരെ വരുന്ന നമ്മുടെ ഷോറൂമിലേക്ക്. അതെ, അവിടെ മൊത്തം നിങ്ങളുടെ ഷോറൂമാണ്. അതാണ് ഹൈലൈറ്റ്. ഇതിലിപ്പോ ഒരുപാട് മോഡലുകൾ ഉണ്ടോ ഈ ഒരു ഓഫറിൽ? ഏകദേശം ഒരു 4-5 ബ്ലോക്ക് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പുതിയ മോഡലുകൾ ഇങ്ങനെ ഇറങ്ങിയില്ലേ? അതെ. ഇത് നമ്മൾ അധികം ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സലീം കാ. വാൾ ക്ലാഡിംഗ്, വാഷ് ബേസിൻ കൗണ്ടർ, ഡൈനിങ് ടേബിൾ, അതിനൊക്കെ റെഗുലർ ആയിട്ട് പോകുന്ന മോഡലുകളാണ് ഈ മൂന്നെണ്ണം അല്ലേ? ഇത് ഭയങ്കര ഒരു പർപ്പിളിഷ് ആണ് ഇതിന്റെ പേര്. ഇത് നമുക്ക് ഫ്ലോറിലും ചെയ്യാം, ഹൈലൈറ്റർ ആയിട്ട് ചെയ്യാം. ഇതിന്റെ പേരെന്താ? ഇത് റഷ്യനാണ്. നല്ല പാറ്റേൺ വരുന്നുണ്ട്. ലൈറ്റ് ബേജ് ആണ്. ഈ യെല്ലോ ഷെയ്ഡ് ആണ്. ഇത് വെലേഷ്യ എന്ന് പറയും. ഇത് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അതെ. ഇത് ബ്ലൂ ബ്രേഷ്യ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബ്രേഷ്യയിൽ ഏറ്റവും കോസ്റ്റ്ലി ആണ്. പക്ഷേ നമുക്ക് ഇവിടെ മാക്സിമം റേറ്റ് കുറച്ച് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റിന് മേലെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ്. ടർക്കിഷ് മാർബിൾ ആണ്. പേര് സ്പാർത്ത ബേജ്. അതാണ് നമ്മളെ ഹോം സ്റ്റോണിൽ മാത്രമായിരിക്കും ഇത് സ്റ്റോക്ക്. ഏകദേശം ഇതിന്റെ ഒരു 10-12 ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ഒരു 50,000 സ്ക്വയർ ഫീറ്റിന് മേലെ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇതൊരു ബുക്ക് മാച്ച് ഇവിടെ നല്ലൊരു മോഡൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ബുക്ക് മാച്ച് വരുന്നതിനെ കൊണ്ട് ഇതൊരു റയർ മോഡൽ ആയിരിക്കും. സാധാരണ പ്ലെയിൻ വരുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിരിക്കും. അതിലൊരു റയർ ആയിട്ടുള്ള ലോട്ടാണ്. അതെ, ഒരു വലിയ ഹോളിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ നല്ല ആംബിയൻസ് ആയിരിക്കും. നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും ചെയ്യും. സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഗ്രേയുടെ വലിയൊരു കളക്ഷൻ ഞാൻ കാണുന്നു. 2-3 ഐറ്റം ഗ്രേ തന്നെ. ഇത് വോൾക്കാനോ ഗ്രേ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതും ടർക്കിഷ് ആണ്. ടർക്കിഷിൽ ഇതുപോലെ റയർ ആയിട്ട് വരുന്ന മോഡലാണ്. നിലവിൽ ഇപ്പൊ നമ്മളെ ഹോം സ്റ്റോണിലെ ചേളാരി ഔട്ട്ലെറ്റിൽ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ഇപ്പൊ ഒരു 3 ബ്ലോക്ക് ഉണ്ട്. അറൌണ്ട് ഒരു 15,000 സ്ക്വയർ ഫീറ്റ് റെഡി സ്റ്റോക്ക്. വലിയ വലിയ സൈറ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ 20,000-30,000 സ്ക്വയർ ഫീറ്റ് ആവശ്യമുള്ള ക്ലയന്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഡി സാധനം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി ബേജിൽ ഇങ്ങനെ ഉണ്ടോ? ബേജിൽ ബ്രേഷ്യ അറോറ ഉണ്ട്. ബ്രേഷ്യ അറോറ ഇത് ഏകദേശം ഈ ഒരു ബ്ലോക്ക് ഒരു 4,000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ട്. ഇതുപോലെ സിമിലർ നമുക്ക് ഇനിയും 2 ബ്ലോക്ക് വേറെ ഉണ്ട്. ടോട്ടൽ ഒരു 15,000 അബവ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ബ്രേഷ്യ അറോറ ഈ സിമിലർ ലോട്ട് ഉണ്ട്. ഒരു ക്ലയന്റ് വലിയ വീട്ടിനൊക്കെ വന്നു കഴിഞ്ഞാൽ സിമിലർ ലോട്ട് തന്നെ നമുക്ക് താഴെ മേലെ ഒരേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ബേജിന്റെ ഒരു കടലാണെന്ന് പറയണല്ലേ? എല്ലാ മോഡലും നമ്മൾ നേരത്തെ കണ്ട സ്പാർട്ട ബേജിന്റെ വേറൊരു മോഡലാണ്. ഇത് കുറച്ചുകൂടി പ്ലെയിൻ ആയിരിക്കും. അതുപോലെ ലൈറ്റ് ബേജ് ഉണ്ട്. ലൈറ്റ് ബേജ് നമുക്ക് ഒരു 20,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ബിയാങ്കോ ബേജ് ഉണ്ട്, ഒരു 40,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുപോലെ ഇത് ബലൂഷ്യ ബേജ്, ഇതൊരു റയർ മോഡലാണ്. റെഗുലർ ആയിട്ട് കിട്ടാത്തൊരു മോഡൽ. ബുക്ക് മാച്ച് വരും. അറൌണ്ട് ഒരു 4,000 സ്ക്വയർ ഫീറ്റിന്റെ ലോട്ടാണ്. ടെൻഷനും വേണ്ട, കാരണം നേരെ ചേളാരി വന്നോളൂ. ഹോം സ്റ്റോണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേജിന്റെ ഒരു ലോകം തന്നെയുണ്ട്. അതുപോലെ റയർ കളക്ഷൻസ് ഇനിയും നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ വരാനും ഉണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത്രയും വിശാലമായിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾ കളക്ഷൻ ഈ കോഴിക്കോട് ഉണ്ടോന്ന ചേളാരിയെ ഞെട്ടിച്ചുകൊണ്ടാട്ടോ ഈ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളത്. ഇറ്റാലിയൻ മാർബിളിന്റെ ഓരോ മോഡലുകളും ഏതാണെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡാ. ഇത് കണ്ടില്ലേ എന്തല്ലേ ഭംഗി. നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഏതാണോ അതിന് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. ഇത് കണ്ടില്ലേ ഒരു പർപ്പിൾ ടച്ചും കൂടെ വരുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ്. ഇവിടെയുള്ള മോഡലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോന്ന് ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ്, ഗ്രേ വേണമെങ്കിൽ ഗ്രേ, വൈറ്റ്, ഐവറിയിലൊക്കെ നിരവധി ഓപ്ഷനുകളാണ് ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മാർബിളിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വെയർ ഹൗസിൽ ഒരുപാടുണ്ട് അല്ലേ? ഇതേത് ഐറ്റം? ഇത് വെർസാഷെ ബേജ്. വെർസാഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലും ആർക്കിടെക്ട്സ് ബേജിൽ കൊണ്ടുവന്ന ഒരു മോഡൽ വെർസാഷെ ബേജ്. ഇങ്ങനെ വരുമ്പോ ഇതിന്റെ പ്രൈസ് പറയുന്നില്ലോ ഒരാൾ? ഏകദേശം സാർ നമുക്കൊരു 220 വരെ നമുക്ക് നെറ്റ് കൊടുക്കാം. അതായത് നമ്മൾ കോഴിക്കോട് മാർക്കറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഷോപ്പിൽ പോയാലും പ്ലസ് ടാക്സ് പ്രൈസ് പറഞ്ഞു അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നെറ്റ് 220ക്ക് നമുക്ക് ഇത് കേരളത്തിൽ എവിടെ നമുക്ക് സൈറ്റിൽ കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം വലിയ സ്ലാബ് ആണ്. വെറും 220-നാണ് ഈ കാണുന്ന വെർസാഷെ ബേജ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രൈസിന് ഇതൊക്കെ കൊടുക്കാൻ പറ്റുമോ? സെയിം പ്രൈസ് തന്നെ കൊടുക്കാം. അതിനേക്കാൾ വലിയ സ്ലാബ് ആണിത്. ബൾഗേറിയൻ ഗ്രേ എന്ന് പറയും. ഇതും അതുപോലെ ഒരു റയർ മോഡലാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് അല്ലേ? വലിയ സ്ലാബ് ആണ്. വെറും 220-നാണ് ഈ കാണുന്ന വലിയ സ്ലാബ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ബൾഗേറിയൻ ഗ്രേ ഈ കാണുന്നത് അല്ലേ? ഇനിയിപ്പോ ഇതിലും കുറഞ്ഞതുണ്ട് ഇവിടെ. 200 200 നമുക്ക് പെർലാട്ടോ ഉണ്ട്. പെർലാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 280 മുതലാണ് എവിടെ പോയാലും നമുക്ക് റേറ്റ് കിട്ടുക. നമുക്ക് 200 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പെർലാട്ടോ ഉണ്ട്. ഈ കാണുന്ന പെർലാട്ടോ ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് നെറ്റ് 200 കൊടുക്കാം. 200 കൊടുക്കാം. 200 രൂപയ്ക്ക് കൊടുക്കാം. 1000 സ്ക്വയർ ഫീറ്റ് മേലെ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഞാനതാ നേരത്തെ പറഞ്ഞത് 4-5 സ്ലാബ് അല്ല നമ്മൾ തരുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് അപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ വാങ്ങുമ്പോ ഇപ്പൊ 200 എന്ന് പറഞ്ഞ് പിന്നെ അവര് വന്നിട്ട് ടാക്സ് വേറെ ഒരിക്കലും ഇല്ല. ഇത് ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ പുറമെ അവരുടെ സൈറ്റിൽ ഇറക്കുന്ന കൂലി അല്ലാതെ വേറെ ഒരു രൂപ അവർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഇത്രയും പെട്ടെന്ന് ആക്സസ് ഉള്ള ഒരു മാർബിൾ ഷോപ്പ് വേറെ ഉണ്ടെന്ന് ഞാൻ കിട്ടില്ല. ഞാൻ പറയാൻ കാരണം എന്തേ നോക്കി ചേളാരില്ലേ, താഴെ ചേളാരി നേരെ ഈ ഒരു എക്സിറ്റിന് എന്താ പറയാ, താഴെ ചേളാരി അണ്ടർപാസ് തന്നെയാണ്. നേരെ വന്നു കഴിഞ്ഞാൽ മൊത്തം നിങ്ങളുടെ ഷോപ്പ് അല്ലേ? ഈ കാണുന്നത് നിങ്ങളുടെ വെയർ ഹൗസ് ആണ്. നമുക്ക് ഇവിടെ ടോട്ടൽ 4 വെയർ ഹൗസ് ഇവിടെ തന്നെ ഇവിടെ ഒന്ന് താഴത്തെയാണ്, നേരെ അപ്പുറത്ത് തന്നെ. ഒക്കെ നടന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാം, പാർക്ക് ചെയ്യാം, എല്ലാം ഇവിടെ തന്നെ. ഇത് ഏത് ഐറ്റം? ഇത് സരൺ കോൾ എന്ന് പറയും. അതായത് ഇറ്റലിയുടെ ഒറിജിനൽ സ്റ്റോൺ ആണ് ഇത്. ഇത് ഇതുപോലെ റയർ ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ഇനി 1500 സ്ക്വയർ ഫീറ്റ് ആണ് ഇത് സ്റ്റോക്ക് ഉള്ളത്. ടോട്ടൽ 5000 സ്ക്വയർ ഫീറ്റ് വന്നതാണ്. 3500 നമ്മുടെ ക്ലയന്റിന് കൊടുത്തവരില്ല, ചെയ്ത് ഹാപ്പിയാണ്. ഇനി 1500 ഇതിൽ ബാക്കി. അടിപൊളി വലിയൊരു ബ്രേഷ്യ അല്ലേ? അതെ, ബ്രേഷ്യ അറോറ ബുക്ക് മാച്ച് ആയിട്ട് വരും മോഡൽ. ഓക്കെ, വലിയൊരു ഹാളിന് കവർ ചെയ്യാം. അതെ, അറൌണ്ട് 5000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. അതെ. ഓക്കെ, ഇത് ഐസ് ഗ്രേ ഡോളോമൈറ്റ് എന്ന് പറയും. ടർക്കിഷ് മാർബിൾ ആണ്. നമ്മൾ ബ്രേഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ സ്റ്റോൺ ആണ്. ഇത് ടർക്കിഷ് ആണ്. അറൌണ്ട് ഒരു 80,000, അതായത് നമുക്കൊരു 15 ബ്ലോക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട്. 80,000 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഐസ് ഗ്രേ സ്റ്റോക്ക് ഉണ്ട്. 80,000 സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന ഐസ് ഗ്രേ സ്റ്റോക്ക് ഇവിടെ ഇപ്പോഴുണ്ട്. ഈ കാണുന്ന വലിയ ബ്രേഷ്യ സലീംക, ഇതും ബ്രേഷ്യ അറോറയാണ്. ഏകദേശം 4500 സ്ക്വയർ ഫീറ്റ് റെഡി സ്റ്റോക്ക് ഉണ്ട്. ബ്രേഷ്യ നമുക്ക് ടോട്ടൽ ഒരു 20 ബ്ലോക്ക് നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ട്. അതെ. ഏതൊക്കെ പ്രൈസിന് അറൌണ്ട് ഒരു 450 മുതൽ, അതായത് ബ്രേഷ്യ പ്രീമിയം ലോട്ട് ആണെങ്കിൽ ഒരു 450 മുതൽ 575 വരെ ബ്ലൂ ബ്രേഷ്യ വരുന്നുണ്ട്. ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ് 400 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അപ്പോൾ ഒരുപാട് മോഡലുകളുടെ ബ്രേഷ്യ ഓരോ ലോട്ടിനും ഓരോ പ്രൈസ് ആണ്. ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് ഓരോ ലോട്ടിനും ഓരോ പ്രൈസ് ആണ്. ശരിക്കും നമ്മൾ മാർബിൾ, ഇറ്റാലിയൻ മാർബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റോക്ക്? ഇറ്റലി വരുന്നുണ്ട്, സ്പെയിൻ, ടർക്കി, ബെൽജിയം, ഫ്രാൻസ്, പിന്നെ അതുപോലെ ഒമാൻ വരുന്നുണ്ട്, ഈജിപ്ത് വരുന്നുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ കോമൺ ആയിട്ട് ഇത് ഇറ്റലിയിലാണ് പ്രോസസിങ് ചെയ്തിരുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് സപ്ലൈ ചെയ്തപ്പോൾ ഇറ്റാലിയൻ കോമൺ ആയിട്ട് വന്നു. ശരിക്കും ഇമ്പോർട്ടഡ് മാർബിൾ എന്നാണ് നമ്മളെല്ലാവരും പറയേണ്ടത്. പക്ഷേ ഇറ്റാലിയൻ മാർബിൾ എന്ന് പറഞ്ഞാലേ സാധാരണക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ലേബേഴ്സ് കുറച്ചൊരു ശ്രദ്ധിച്ച് ചെയ്യണം. സെറ്റ് ചെയ്ത് കൊടുക്കണ്ട. ഞങ്ങൾ ലേബേഴ്സ്, അതായത് കസ്റ്റമർ നിർബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേബേഴ്സിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മളെ റിസ്കിൽ തന്നെ നമ്മൾ, അതായത് അവരെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടഡ് മാർബിൾ രാജാക്കന്മാർ കുറച്ചുണ്ട്. ഡയന രാജാവ് ഇതൊരു ഗലാട്ടി സീരീസ് ആണ്. അതായത് നമ്മൾ സാധാരണ കാണുമ്പോൾ ഡയമണ്ട് ഫിനിഷ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആണ് എല്ലായിടത്തും കാണാം. ഇതൊരു പ്രത്യേക വേവ്സ് ആണ് ഇതിൽ ഉണ്ടാവുക. കണ്ടിന്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. നല്ല ഭംഗിയായി വിരിച്ചാല്. അതുപോലെ നമ്മളെ വീടുകളിൽ ഒരു റോയൽ ലുക്ക് വരും. ഡയന എവിടെ പോയാലും കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഡയന നമ്മളെ ചേളാരി ഷോറൂമിൽ തന്നെ ഏകദേശം ഒരു 40,000 സ്ക്വയർ ഫീറ്റ് അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. വേറെ ഒരു ഷോറൂമിലും ഇപ്പൊ സലീംകക്ക് കേരളത്തിൽ ഇത് അവൈലബിൾ. കേരളത്തിൽ കിട്ടൂല. ഡിമാൻഡ് സാധനമാണ് ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ 1-2 ലോട്ട് അല്ലാതെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഒരാളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പൊ ഡയന വേണമെങ്കിൽ നല്ലൊരു സ്ലോട്ട് അല്ലെങ്കിൽ നല്ല ലോട്ട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് അല്ലേ? അതെ.
ഒരു വെറൈറ്റി ആയിട്ട് ഒരു 3-4 കളറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ടർക്കിഷ് ബ്രേഷ്യാണ് സലീം, അതായത് പേൾ ബ്രേഷ്യ എന്നാണ് ഇതിന്റെ മാർക്കറ്റിൽ പറയാ. ഇത് ഇതുപോലെ ഒരു റയർ മോഡലാണ്. നമുക്കൊരു ബ്ലോക്ക് കഴിഞ്ഞ് അടുത്ത ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഒരിക്കലും സിമിലർ കിട്ടൂല. അതായത് ഒരു ക്ലയന്റ് എടുത്തത് വേറൊരു ക്ലയന്റ് ഒരിക്കലും കിട്ടൂല, സ്പെഷ്യൽ ആയിട്ട് റയർ ആയിട്ടിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട്. ഗ്രേയിൽ ഒരു വെറൈറ്റി. ഇത് ഓറോബിക്കോ ഗ്രേ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതും ടർക്കിഷ് ആണ്. നമുക്ക് ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ നമുക്കൊരു ക്ലയന്റ് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ 2-3 സ്ലാബ് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ സ്റ്റെയർകേസിന്റെ സ്റ്റെപ്സ്, വാഷ് കൗണ്ടേഴ്സ്, അതിലേക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. അതെ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥാപനം പരിചയപ്പെടുത്താണ് ഹോം സ്റ്റോൺ ചേളാരി. എത്ര വർഷം മുമ്പേ ഉള്ള സ്ഥാപനം? ഏകദേശം ഒരു 8-10 വർഷത്തിന്റെ അടുത്തേ നമ്മുടെ ഷോറൂം. ആദ്യം നമുക്ക് കാക്കഞ്ചേരി ആയിരുന്നു ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്പേസ് നമുക്ക് ഷോർട്ട് ആയപ്പോൾ ചേളാരി നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഒരുപാട് ഏരിയ വിശാലമായിട്ട് കിടക്കുന്ന ഷോറൂമാണ്. ഇത് കൂടാതെ ടൈലുകളുടെ കളക്ഷൻ ടൈലുകളുണ്ട്. ടൈലുകൾ നമുക്ക് ഈ താഴെ ചേളാരിൽ നമ്മുടെ ഷോറൂമിലുണ്ട്. അതും കൂടെ ഒന്ന് കാണാം. ഹോം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഫ്ലോറിങ്ങിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഉള്ള സ്ഥാപനം തന്നെയാണ്. ഒരുപാട് ടൈൽ കളക്ഷൻ, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലൊന്ന് നോക്കാം അതിൻ്റെ ഒരു കളക്ഷനുകൾ. ഒരുപാട് ടൈൽ കളക്ഷനുകളുള്ള ഒരു സ്ഥാപനം. നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസിൽ ക്യൂട്ടോൺ ആണെങ്കിൽ ഈ സൈഡിൽ സ്റ്റുഡിയോ വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് RAKയുടെ സ്റ്റുഡിയോ വരുന്നു. അങ്ങനെയാണുള്ളത്. നമുക്കൊന്ന് RAK കണ്ടു നോക്കാം. RAKയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ മോക്കപ്പുകൾ ഒരുപാട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. മോക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇന്നത്തെ ഒരു ഡിസൈൻ ട്രെൻഡിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് അത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്രേയിലാണെങ്കിലും അതുപോലെ ഗ്ലോസി ടൈലുകളാണെങ്കിലും മാറ്റിലാണെങ്കിലും ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കിച്ചണുകളും സ്പെഷ്യൽ ഏരിയകളും ഇന്ന് ഏറ്റവും കൂടുതൽ ടൈലുകൾ യൂസ് ചെയ്യുന്ന ഒരു കാലമാണ്. അവിടേക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ വെർമോറയിൽ വന്നിരിക്കുന്ന സ്പെഷ്യൽ ടൈലുകളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെയൊക്കെ ഡിസൈനുകൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഏരിയ അത് തന്നെയാണ് അട്രാക്ഷൻ ആയിട്ട് വരിക. ക്രിയൻസയുടെ ടൈലുകൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസൈൻഡ് ആയിരിക്കും എപ്പോഴും. അത് കൗണ്ടർ ടോപ്പുകളാണെങ്കിലും ഫ്ലോറിനാണെങ്കിലും സ്പെഷ്യൽ ഏരിയകളും കൊടുക്കും. അതിൽ ഗ്ലോസി വരും, മാറ്റ് വരും, സ്പെഷ്യൽ ആയിട്ടുള്ള ഫിനിഷുകൾ വരും. അതായത് ഒരേ കളർ തന്നെ മൾട്ടിപ്പിൾ ഫിനിഷിൽ. ഇപ്പോൾ അതിൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോന്നിൻ്റെയും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷോപ്പിൽ വന്ന് ഓരോന്നും ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇത് കണ്ടില്ലേ, സ്പെഷ്യൽ ആയിട്ടുള്ള ടൈലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വരുന്ന അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഏരിയ അത് തന്നെയാണ് അതിലെടുത്ത് പറയേണ്ടത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടൈലുകളുടെ ഒരു കളക്ഷൻ ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ ക്യൂട്ടോണിൻ്റെ സ്റ്റുഡിയോയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ടൈല് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ക്യൂട്ടോൺ എന്നുള്ള ഒരു ബ്രാൻഡിനെ പരിചയപ്പെടേണ്ടത്. അതിൽ വരുന്ന ഐറ്റംസ് ഇതാ, നമുക്ക് ബുക്ക് മാച്ച് ആയിട്ട് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന 8x4 ടൈലുകൾ വരുന്നുണ്ട്. അതുപോലെ 8x4 നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അത് ഗ്ലോസിയിലാണെങ്കിലും മാറ്റാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്യൂട്ടോണിൽ തന്നെ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ടൈലുകളുണ്ട്. ഇതുപോലുള്ള നമ്മൾ മൊറോക്കൻ പാറ്റേൺസ് പറയും, അതിൻ്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട്. പലപ്പോഴും ഇതുപോലുള്ള ടൈലുകളൊക്കെ തിരഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ കാണാറുണ്ട്. അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി ക്യൂട്ടോണിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഫിനിഷുകളുണ്ട്, അതും കൂടെ ഒന്ന് കാണാം. ഇതുപോലെ 8x4 ഡോ ഫിനിഷസ്, അതിപ്പോൾ അടുത്ത് വന്നതാണ്. നമ്മൾ ഒരു സാറ്റിൻ ഫിനിഷ്, സാധാരണ ഗ്ലോസി, മാറ്റ്, സാറ്റിൻ എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. ഡോ ഫിനിഷിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളാണ് ഇവിടെ കാണുന്നത്. ഇത് ക്യൂട്ടോണിൽ 8x4 6x4 വരുന്നുണ്ട്. ഇത് വലിയ സ്ലാബുകളായിട്ട് നമുക്ക് ഫ്ലോറിൽ കൊടുത്തു കഴിഞ്ഞാൽ വീട് വേറെ ലെവൽ തന്നെയല്ലേ. സാനിറ്ററി ഐറ്റംസിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്, വ്യത്യസ്ത ബ്രാൻഡുകളുണ്ട്. അത് ഇവിടെ മോക്കപ്പിലൂടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അല്ലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കും. കോളറിൻ്റെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. നമുക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരു കപ്പ് ഹോൾഡർ വരുന്ന മോഡൽ വാഷ് ബേസിനും അതുപോലെ ഈ ഒരു മിററൊക്കെ വരുമ്പോൾ നമുക്കൊരു ഗ്രാൻഡ് ലുക്ക് കിട്ടില്ലേ. കോളറിൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകൾ നിങ്ങൾക്ക് വാഷ് ബേസിനുകൾ കാണാം. അതുപോലെ സാനിറ്ററി ഐറ്റംസ് ഒരുപാട് മോഡലുകൾ കോളറിൽ വരുന്നുണ്ട്. കോളറിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും. ഇതുപോലെ വാൾ ഹാങ് ക്ലോസറ്റുകളാണെങ്കിലും സ്യൂട്ട് ക്ലോസറ്റുകളാണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. ഇന്ന് മാർക്കറ്റിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഷ് ബേസിനുകൾ നമുക്ക് കാണാൻ പറ്റും. കളേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോസി, മാറ്റ് ഇങ്ങനെയുള്ള ഫിനിഷൊക്കെ അതിനൊക്കെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ കൂടെ കോളറിൽ നമുക്ക് ലഭിക്കും. റോക്ക അതാണ് മറ്റൊരു സ്റ്റുഡിയോ. ഇവിടെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുകയാണ് വാഷ് ബേസിൻ്റെ ഡിഫറെൻറ്റ് മോഡലുകൾ വേണമെന്ന്. അതിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ കളക്ഷനുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോന്നും സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം വാൾ ഹാങ്ങിലാണെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്പിലുണ്ട്, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിലൊക്കെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്.